രാഷ്ട്രീയ പ്രക്ഷുബ്ധാവതയുടെ മറ്റൊരു വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് നിയമസഭയിലാണ്. നിയമസഭ ഇന്ന് വളരെ സജീവമായി ചേരുന്നത് ഇന്നാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന് ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണ് ഉണ്ടായത്. നമുക്ക് പ്രേക്ഷകർക്കറിയാം. ഇന്നിപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഒരു പിടി കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പി വി അൻവർ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവിടെയുണ്ട്. ADGP MR അജിത് കുമാറിന് RSS ബന്ധം, അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഇറങ്ങിയ ഉത്തരവുണ്ട്. അങ്ങനെ കുറേ അധികം വിഷയങ്ങൾ ഇന്ന് സഭയിൽ ഉന്നയിക്കുന്ന അടിയന്തര പ്രമേയമായിട്ടൊക്കെ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ഈ വിഷയത്തിൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിൽ സഭയിൽ പ്രതിപക്ഷം കുറേ അധികം ഒരുപാട് വിഷയങ്ങളെ എങ്ങനെ പ്ലേസ് ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ നിയമസഭയിൽ തിരുവനന്തപുരത്തെ ആകാംക്ഷയാണ്. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ എങ്ങനെയാണ് സഭയിൽ കുറേ അധികം വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് സഭയിൽ മുന്നോട്ട് വെക്കാൻ, അതെങ്ങനെയാകും പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവരിക? അടിയന്തര പ്രമേയം ഏത് വിഷയത്തിലാണ് ഇന്ന് ആലോചന? പ്രതീഷ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ പക്കലുള്ളത്. രാഷ്ട്രീയ വിവാദങ്ങളൊപ്പം പലരും സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ നിയമസഭയിൽ കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പിന്നീടുണ്ടായ PR വിവാദവുമാണ്. അത് നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് അടിയന്തര പ്രമേയമായി ഉൾപ്പെടെ നിയമസഭയിൽ കൊണ്ടുവരാൻ നിലവിൽ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാരിനെ പരമാവധി പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു സമീപനമായിരിക്കും ഇക്കാര്യത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ PR വിവാദമായിരിക്കും പ്രധാനമായും നിയമസഭയിൽ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി നൽകിയില്ല എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കും. മാത്രമല്ല, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ PV അൻവറിന്റെ ആരോപണങ്ങൾ, ഒപ്പം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി, ഇതടക്കമുള്ള വിഷയങ്ങളും നിയമസഭയിൽ ഉന്നയിക്കുമെന്നതാണ് നിലവിൽ പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്ന കാര്യം. വലിയ തരത്തിൽ സർക്കാരിനെതിരെ സമരപരിപാടികളുമായി UDF മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ തന്നെയാണ് നിയമസഭാ സമ്മേളനവും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP MR അജിത് കുമാറിനെ മാറ്റിയതിലൂടെ CPയുടെ മുഖം രക്ഷിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം. ഇതിൽ കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാട് നിയമസഭയിലും പ്രതിപക്ഷം ആവർത്തിക്കും. ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനമാറ്റം കൊണ്ട് യാതൊരു തരത്തിലും ഒരു നടപടിയും പ്രതിപക്ഷം ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, ഈ ADGPയെ മാറ്റിയതിന് പിന്നാലെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ കൂടുതൽ വിശദീകരണത്തിന് അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് തയ്യാറാകാതെ എല്ലാം സഭയിൽ കാണാം, ബാക്കിയുള്ളത് സഭയിൽ കാണാമെന്നുള്ള മറുപടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ നൽകിയത്. അതായത് സഭയിൽ ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം പ്രതിപക്ഷം തീർക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒപ്പം ആദ്യഘട്ടത്തിൽ ഈ ഉണ്ടായിരുന്ന പല ആരോപണങ്ങൾ, PV അൻവർ ഉന്നയിച്ച സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും വരും ദിവസങ്ങളിലും പ്രതിപക്ഷം നിയമസഭയിൽ വലിയ ചർച്ചയാക്കും. ഇന്ന് ഈ PR വിവാദമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്ന കാര്യം. ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അതിൽ പലതരത്തിലും അവ്യക്തതയുണ്ട്. ഈ ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഈ കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ വിശദീകരണത്തിന് പിന്നാലെ ഈ ദിനപത്രത്തിനെതിരെ കേസെടുക്കുന്നതിലടക്കം മുഖ്യമന്ത്രി പിന്നോട്ട് പോയിരുന്നു, പാർട്ടിയും പിന്നോട്ട് പോയിരുന്നു. ഇതടക്കം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ചോദ്യം ചെയ്യും. എന്തായാലും വലിയ തരത്തിൽ ഒരു സഭ കലുഷിതമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ യുവജന സംഘടനയുടെ അടക്കം മാർച്ച് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ വിവാദങ്ങളിൽ വരും ദിവസങ്ങളിൽ സഭ കലുഷിതമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഹാഷ്മി.